ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നിവിടെ ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ കേക്ക് ബേക്കിങ്ങിൻ്റെ ടൂൾസ് ഓർഗനൈസ് ചെയ്യുന്നത് കാണിക്കാനും പിന്നെ എൻ്റെ ഓവണിനെ കുറിച്ച് പറയാനും ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനും കൂടി വേണ്ടിയിട്ടാണ്. ബേക്കിംഗ് ഐറ്റംസ്, ബേക്കിംഗ് ടൂൾസ്, കേക്ക് ബേക്കിങ്ങിൻ്റെ ഡെക്കറേഷൻ്റെ കാര്യങ്ങളും ഒക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ ഷെൽഫ് വെച്ചിട്ടില്ലായിരുന്നു കിച്ചണിൽ. അപ്പോൾ ഞാൻ എല്ലാം ഒരു ബോക്സിലാക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അതെല്ലാം ഷെൽഫിലൊക്കെ ഒന്ന് മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ രണ്ട് ഷെൽഫിലാണ് ഞാനിപ്പോൾ ബേക്കിംഗ് ഐറ്റംസ് വെക്കാൻ വിചാരിക്കുന്നത്. പിന്നെ താഴത്തെ ഈ ഒരു ഷെൽഫിലും വെക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ബേക്കിംഗ് ടൂൾസ് ഫസ്റ്റ് തന്നെ നമുക്ക് ചെയ്യുന്ന എന്താണ് നൈഫ്, പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്പാച്ചുല, ഇതൊക്കെ ഒരു ബോക്സിലാക്കി വെക്കാമെന്ന്. അപ്പോൾ നമുക്ക് എടുക്കാൻ പെട്ടെന്ന് സുഖമായിരിക്കും. ഐസിങ്ങിൻ്റെ സാധനങ്ങൾ മുഴുവൻ ഒരു ബോക്സിലിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. സ്പാച്ചുല, ബ്രഷ്, പിന്നെ മെഷറിങ് സ്പൂണ്, അതൊക്കെ. ഇത് പിന്നെ ഞാൻ ഫോണ്ടൻ്റ് യൂസ് ചെയ്യുമ്പോൾ ചെയ്യുന്ന ബ്രഷാണ്. പിന്നെ ഇത് ഡസ്റ്റാണ്, ഗോൾഡാണ് കളറ്. ഇത് നമ്മൾ ഫോണ്ടൻറ്റിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഇത് നമ്മൾ ഡ്രിപ്പ് കേക്കിനൊക്കെ ഗോൾഡ് ചെയ്യും. ഇതാണ് സാധനം. പിന്നെ ഇത് നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നൈഫാണ്. പിന്നെ ഇത് വിസ്ക്, മെഷറിങ് സ്പൂണ്. ഇത് ഫ്ലവർ നെയിലാണ്. നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുക്കുക. അത് ഞാൻ ഇതിൻ്റെ മുമ്പൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് എന്നിട്ട് നമ്മൾ സിസേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടോ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്തിട്ട് എടുക്കാം. സിസേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു, കാണുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് മുഴുവനും നമ്മളൊന്നിൽ സെറ്റ് ചെയ്തിട്ട് വെക്കാം. ഇനി നമ്മൾ അധികം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അതായത് മെഷറിംഗ് കപ്പ് ഞാൻ 1-2 സെറ്റ് പല പ്രാവശ്യമായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. നമ്മൾ എന്നോട് ആരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാ ഇത്രയും ടൈപ്പ് മെഷറിംഗ് കപ്പുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ബേക്കിംഗ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാം മെഷർ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെക്കാൻ ഇത്രയും മെഷറിംഗ് കപ്പിൻ്റെ ആവശ്യമുണ്ടാവും. പിന്നെ ഇത് എഴുതിയിട്ടുണ്ട്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഹാഫ് കപ്പ് എന്ന് പറയുന്നത് 125 ml. പിന്നെ 1/3 കപ്പ് 35 ml, 1/4 കപ്പ് 60 ml, 1 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത് 15 ml, പിന്നെ ഹാഫ് ടീസ്പൂൺ എന്ന് പറയുന്നത് 7.5 ml. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മില്ലി കണക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത് ഫോണ്ടൻ്റ് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ടൂൾസാണ്. ഫോണ്ടൻ്റ് ഡിസൈൻ ചെയ്യാനും പിന്നെ ഫ്ലവേഴ്സിൻ്റെ അച്ചുണ്ട്, ആ അച്ചിൽ ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ട് പിന്നെ ഓരോരോ ഷേപ്പ് ആക്കാനൊക്കെ ഇത് യൂസ് ചെയ്ത് ഒന്നിച്ചൊരു പാക്കറ്റായിട്ട് വരുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഞാൻ ഇവിടെ നിന്ന് ടൗണിൽ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാത്ത സാധനമായതുകൊണ്ട് ഞാൻ വേറൊരു ബോക്സിലാണ്. ഇത് പിന്നെ നമ്മൾ വെഡ്ഡിങ് കേക്കിന് യൂസ് ചെയ്യുന്ന മിസ്റ്റർ ആൻഡ് മിസ്സസിൻ്റെ ഇതാണ്. പിന്നെ ഇതാണ് ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന, ഇതാണ് സിസർ
നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഫ്ലവർ നെയിൽ ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പെട്ടെന്ന് നമുക്ക് എടുത്തങ്ങാട്ട് കേക്കിൻ്റെ മുകളിലൊക്കെ ആക്കിയിട്ട് വെക്കാൻ പറ്റും. പിന്നെ ഇത് ഫ്ലവേഴ്സ്, ഫോണ്ടൻറ്റിൻ്റെ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന അച്ചുകളാണ്. പല വലുപ്പത്തിലുള്ള അച്ചുണ്ട്. ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഇതിലിങ്ങനെ കട്ടായിട്ട് കിട്ടും. ലീഫിൻ്റെ ഒക്കെ പല വലുപ്പത്തിലുള്ള ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞ് സ്റ്റാർസിൻ്റെ ഒക്കെ ഉണ്ട്. ഞാൻ ബാർബിക്ക് ഡ്രസ്സ് ഉണ്ടാക്കുമ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ് ചെയ്യൽ. പിന്നെ ഇത് ഞാൻ കുറേ മുമ്പ് സ്റ്റാർട്ടിങ്ങിൽ ബേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് വാങ്ങിച്ചിട്ടുള്ള നോസിലാണ്. ഇത് എന്താ പറയുക, ചെറിയ ചെറിയ നോസിൽസാണ്. 1-2 ഇതിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പക്ഷെ ഒരുവിധം എല്ലാ ഡിസൈനും ഇതിലുണ്ട്. ചെറുതാണെന്നേ ഉള്ളൂ, പക്ഷെ എല്ലാം ഡിസൈനും ഉണ്ട്. പിന്നെ ഇത് കുറച്ച് അത്യാവശ്യം വലുപ്പമുള്ള നോസിൽസാണ്. ഇതാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇത് റഷ്യൻ നോസിൽസ് ഉണ്ട്, പിന്നെ സ്റ്റാർ നോസിൽ തന്നെ കുറച്ച് ബെൻഡായിട്ടുള്ളതുണ്ട്. അത് നല്ല ഡിസൈനായിട്ട് കിട്ടും. പിന്നെ ബാസ്ക്കറ്റ് ചെയ്യാൻ അങ്ങനെ എപ്പോഴും ഈ 1-2 നോസിലുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുവിധം എല്ലാം പറ്റും. ഇത് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന നോസിലാണ്. ഞാൻ ഒരു ബാർബി കേക്കിൻ്റെ ഡെക്കറേഷന് ഈ ഫ്ലവർ നോസിൽ വെച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഒരുപാട് കളേഴ്സിലായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബാർബി കേക്കിൻ്റെ ഡെക്കറേഷന് വിപ്പിംഗ് ക്രീം കൊണ്ട്. അപ്പോൾ ഈ നോസിൽസ് മുഴുവനും നമുക്ക് ഒരു ബോക്സിലിട്ട് വെക്കാം. പിന്നെ ഇത് ബാർബി ഡോളാണ്. പിന്നെ സ്ക്രാപ്പർ, ഡിസൈനുള്ള സ്ക്രാപ്പറുണ്ട്, പ്ലെയിൻ ആയിട്ടുള്ളതുകൊണ്ട് നമ്മുടെ കേക്കിൻ്റെ സൈഡ്സിലൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റിയ പല ഡിസൈനിലുള്ളതുണ്ട്, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. ഇത് 3 ഒറ്റ സെറ്റായിട്ടാണ് കിട്ടുക. വെഡ്ഡിങ് കേക്കിനൊക്കെ സൈഡിലൊക്കെ ചെയ്യാനും പറ്റും. പിന്നെ ഇത് ലേസാണ്, എഡിബിൾ ലേസ് അല്ല. എന്നോട് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കേക്കിൽ വെച്ചത് എഡിബിൾ ലേസ് ആണോ എന്നുള്ളത്. ഇത് സാധാ ഒരു ലേസാണ്, കഴിക്കാൻ പറ്റുന്നല്ല. ഇത് ഫോണ്ടൻ്റൊക്കെ പരത്താൻ യൂസ് ചെയ്യുന്ന റോളറാണ്. അപ്പോൾ പിന്നെ കുറച്ച് ജെൽ ഐറ്റംസ്, അതായത് കോൺ സിറപ്പ്. ഇതാണ് CMC പൗഡർ. ഇത് നമ്മൾ ഫോണ്ടൻറ്റിന് യൂസ് ചെയ്യുന്നത്. ഇത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫോണ്ടൻറ്റ് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് ഏകദേശം 225 റേറ്റ് വരെ വരും. ഇത് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരുപാട് പേര്. പക്ഷേ CMC പൗഡർ ഇടുന്നതായിരിക്കും നന്നാവുക. കാരണം ഫോണ്ടൻറ്റ് നല്ല സോഫ്റ്റ് ആയാലേ നമുക്ക് പരത്തിയെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ കുറേ കാലം ഉണ്ടാവും. ഇതൊന്നും നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. അത് പിന്നെ ലിക്വിഡ് ഗ്ലൂക്കോസാണ്. പിന്നെ കുറച്ച് പൈപ്പിംഗ് ബാഗ്സ്, പല വലുപ്പത്തിലുള്ള പൈപ്പിംഗ് ബാഗ് ഉണ്ട്. അപ്പോൾ ചെറിയ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ചെറിയ പൈപ്പിംഗ് ബാഗാണ് ഞാൻ യൂസ് ചെയ്യൽ. പിന്നെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ സമയത്ത് വലിയ പൈപ്പിംഗ് ബാഗിൽ ഒന്നിച്ച് കുറേ വിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കലാണ്. അപ്പോൾ ഒരുവിധം എല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് കബോർഡിൽ വെക്കണം. അതിനു മുമ്പ് ഇതൊക്കെ കേക്ക് ടിന്നാണ്. കേക്ക് ടിന്ന് പല വലുപ്പത്തിലുള്ളതുണ്ട്. ഇതൊന്നും ഞാൻ ഒന്നിച്ച് വാങ്ങിച്ചിട്ടുള്ളതല്ല. പല ടൈമിലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെറിയ കേക്ക് ടിന്ന് വാങ്ങും. പിന്നെ അങ്ങനെ ഓരോന്നോരോന്ന് ആവശ്യം വന്നപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് 6 ഇഞ്ചിൻ്റെ 2 പാനാണ്. ഞാൻ ഒന്നിച്ച് കേക്ക് ബേക്ക് ചെയ്യാൻ ഇത് യൂസ് ചെയ്യും. വെഡ്ഡിങ് കേക്കിനൊക്കെ നല്ല ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതങ്ങനെ
ഒന്നിച്ച് ബേക്ക് ചെയ്തിട്ട് വെക്കുക ചെയ്യുക. ഇത് 5 ഇഞ്ചിൻ്റെ പാനാണ്. പിന്നെ ഇത് ബാർബി മോൾഡാണ്. അങ്ങനെ കുറച്ച് മോൾഡും പിന്നെ ഇതൊക്കെ ബൗളും പിന്നെ ഗ്ലാസ് ബൗള് ഒക്കെ ഉണ്ട്. നമ്മൾ ബീറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് ബൗൾ തന്നെ ചെയ്യണം. പ്ലാസ്റ്റിക്കിൻ്റെ ഒരിക്കലും നമ്മൾ ബീറ്റ് ചെയ്യരുത്. ഇത് ജസ്റ്റ് സീവ് ചെയ്യാൻ വേണ്ടി മാത്രം പ്ലാസ്റ്റിക് ബൗൾ യൂസ് ചെയ്യുക. ബീറ്റ് ചെയ്യാൻ നമ്മൾ ഗ്ലാസ് ബൗൾ തന്നെ ചെയ്യണം. ഇതൊരു മെഷറിംഗ് കപ്പാണ്. ഇതിൽ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇത് മൈദ വേറെ പിന്നെ ഷുഗർ വേറെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മില്ലിയും കപ്പിൻ്റെ അളവ് പിന്നെ ഗ്രാം ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഒരു കപ്പ് ഫ്ലോർ എത്ര ഉണ്ട്, ഒരു കപ്പ് ഷുഗർ എത്ര ഉണ്ട് എന്നൊക്കെ ഉള്ളത് ഡിഫറെൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കപ്പാണ്. പിന്നെ വിസ്ക്, എഗ് ബീറ്റർ, ഇത്രയാണ് കേക്ക് ബേക്കിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന ഐറ്റംസ്. ഇനി ഇതൊക്കെ ഒന്ന് നമുക്ക് ഷെൽഫിലേക്ക് മാറ്റി വെക്കാം. ഇത് കൂടാണ്ട് ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, പിന്നെ എന്താണ് കോൺഫ്ലോർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനൊരു ബോട്ടിലാക്കിയിട്ട് അങ്ങനെ തന്നെ എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നമുക്ക് ഷെൽഫിലാക്കി വെക്കാം. ഇങ്ങനെ ബോക്സിലാക്കി വെക്കുന്നത് കൊണ്ടുള്ള നല്ല സേഫ്റ്റി ആയിട്ട് നമുക്ക് വെക്കാം. കാരണം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് വാഷ് ചെയ്ത് എല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് ബോക്സിലാക്കുന്നത്. അപ്പോൾ വീണ്ടും ഇനി യൂസ് ചെയ്യാൻ നേരത്ത് അത് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ അടച്ചിട്ട പാത്രത്തിൽ വെക്കുന്നുണ്ട് നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബൗളും ബാക്കി കാര്യങ്ങളൊക്കെ വാഷ് ചെയ്തെടുത്താൽ മതി. മെഷറിംഗ് കപ്പും സ്പൂണും ഒക്കെ വാഷ് ചെയ്തെടുക്കുമ്പോൾ അതും തുടച്ചിട്ട് വേണമല്ലോ നമ്മൾ കേക്കിൽ യൂസ് ചെയ്യാൻ. നമ്മൾ കേക്ക് യൂസ് ചെയ്യുമ്പോൾ എല്ലാ പാത്രങ്ങളും ഡ്രൈ ആയിട്ടുള്ളതായിരിക്കണം. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവരുത്. അങ്ങനെ ആകുമ്പോൾ കേക്ക് നന്നാവില്ല. ഇനി കുറച്ച് ബൗളുകൾ നമുക്ക് താഴത്തെ ഷെൽഫിൽ വെക്കാം. പിന്നെ കേക്ക് ടിന്ന് അതുപോലെ തന്നെ സ്ക്വയറും റെക്റ്റാങ്കിളും കേക്ക് ടിന്നുണ്ട്. അത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇഞ്ചും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ഇത് സ്ക്വയർ കേക്ക് ടിന്നാണ്. 7 ഇഞ്ചിൻ്റെ 7 ഇഞ്ച് 4 സൈഡും 7 ഇഞ്ചാണ് സ്ക്വയർ കേക്ക് ടിന്. ഇത് 10 ഇഞ്ചിൻ്റെ നമ്മളിപ്പോൾ 2 kg കേക്കൊക്കെ ചെയ്യാൻ റൗണ്ടിലാണെങ്കിൽ ഈ കേക്ക് മതി. ഇത് പിന്നെ മിക്സിങ് ബൗളാണ് സ്റ്റീലിൻ്റെ. കുറച്ച് അത്യാവശ്യം വലിയ കേക്കോ അല്ലെങ്കിൽ 2 കേക്കൊക്കെ ചെയ്യുമ്പോൾ ഞാനിതിലാണ് ബീറ്റ് ചെയ്യാൻ എടുക്കാറ്. അപ്പോൾ ഇതാണ്. ഇത് പിന്നെ വലിയൊരു ട്രേ ആണ്. അതായത് നമ്മുടെ ഓവണിന് കണക്കായിട്ടുള്ള ഒരു ട്രേ ആണ്. ഇതിലാണ് ഞാൻ ഒരുവിധം എല്ലാ കേക്ക്സും ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇഞ്ച് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏകദേശം ഒരു 9.5 ഇഞ്ച് അതിൻ്റെ വീതിയും ഹൈറ്റ് ഒരു 11.5 ഇഞ്ച് അതിൻ്റെ ഹൈറ്റും ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് ഉണ്ടാക്കിച്ചതാണ്. ഒരു 2 kg കേക്കിനൊക്കെ ഈ ഒരു അളവിലാണ് ഞാൻ ബേക്ക് ചെയ്ത് കൊടുക്കാറ് ഓർഡറൊക്കെ കിട്ടുമ്പോൾ. പിന്നെ ഇതിൽ നമ്മൾ വെഡ്ഡിങ് കേക്കൊക്കെ ചെയ്യുമ്പോൾ താഴത്തെ ലെയറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഞാൻ വലിയ കേക്കിന് വേണ്ടിയിട്ട് പീസ് കേക്കൊക്കെ ചെയ്യുമ്പോൾ ഇത്ര വലിയ കേക്കിൽ ടിന്നിലാകുമ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മെഷർമെൻറ്റ് പറയുകയാണെങ്കിൽ 11ഉം പിന്നെ 14.5
14.5 ഹൈറ്റും ഉണ്ട്. ഇത് നമുക്ക് ഓവനിൽ ഡയറക്റ്റായിട്ട് തന്നെ അങ്ങനെ തന്നെ വെച്ച് കൊടുക്കാൻ പറ്റും. അതായത് ഓവനിൽ സൈഡിൽ ക്ലിപ്പ് ചെയ്യുന്ന രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡ് ഇങ്ങനെ തന്നെ ഒരു പല്ല് പോലെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. ഓവനിൽ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഓവൻ്റെ ഈ സൈഡിൽ നമുക്ക് അങ്ങനെ തന്നെ കൊളുത്തി വെക്കാൻ പറ്റും. അപ്പോൾ അതിന് സ്റ്റാൻഡിൻ്റെ ആവശ്യമില്ല, ഇങ്ങനെ തന്നെ നല്ല കറക്റ്റായിട്ട് നിൽക്കും. പിന്നെ ഈ ഭാഗത്താണ് നമുക്ക് ഹീറ്റ് കിട്ടുക. അപ്പം കറക്റ്റായിട്ട് ആ സെൻറ്റർ പൊസിഷനിൽ തന്നെ കേക്ക് ബേക്കായി തുടങ്ങുകയും ചെയ്യും. അപ്പോൾ വലിയ കേക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും. എൻ്റെ ഓവണൊന്ന് ജസ്റ്റ് ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതാണ് ഓവൺ എന്നൊക്കെ. അപ്പോൾ പ്രസ്റ്റീജിൻ്റെ OTG ഓവണാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം ഒരു 4-5 വർഷമായി ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നത്. ഇതുവരെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. 2 ലിറ്ററിൻ്റെ ഓവണാണ് ഇത്. നമുക്ക് 2 കേക്കൊക്കെ അറ്റ് എ ടൈമിൽ വെക്കാൻ പറ്റും. 2 സൈഡിലാക്കിയിട്ട് അങ്ങനെ വെക്കാം. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ സാധാരണ ഈ ഒരു മിഡിൽ പോർഷനിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ടത്. ഒരു ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കേക്ക് സ്റ്റാൻഡ് പോർഷനിലാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ ആണെങ്കിൽ ഹീറ്റിൻ്റെ ഭാഗം ഈ ഓപ്ഷനിലാണ് നമ്മൾ വെക്കുക. മേലേന്നും താഴേന്നും ചൂട് വരുന്ന ഓപ്ഷൻ. ഇത് മേലെ മാത്രം ചൂട് വരുന്ന ഓപ്ഷനാണ്, ഇത് താഴെ മാത്രം. പിന്നെ ഇതൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ, ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. OTGയിൽ ഗ്രില്ലിങ്ങും പിന്നെ ബേക്കിങ്ങും മാത്രമേ ഉള്ളൂ. അപ്പോൾ ബേക്കിങ്ങിനാണ് എന്നുണ്ടെങ്കിൽ ഈ OTG ഓവൺ ആയിരിക്കും ഏറ്റവും ബെറ്റർ ആണ്. ടൈം നമുക്ക് 60 മിനിറ്റ് വരെ വെക്കാനുള്ള ടൈം ഇതിൽ കാണിക്കുന്നുണ്ട്. ഇനി സാധാരണ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരു 30 to 40 ഒക്കെ വെക്കാറുള്ളൂ. അതും കഴിഞ്ഞിട്ട് ബേക്ക് ആയിട്ടില്ലെങ്കിൽ പിന്നീട് ഒരു 5 മിനിറ്റ്സും കൂടി വെക്കും. 60 മിനിറ്റ്സ് ഒന്നും ഒറ്റയടിക്ക് ഞാനിതുവരെ ഓൺ ചെയ്തിട്ടില്ല. പിന്നെ ഇത് നമ്മുടെ ടെമ്പറേച്ചറാണ്. 100, 150, 200, 250 അങ്ങനെ 250 വരെയുള്ള ടെമ്പറേച്ചറിൽ ഉണ്ടാക്കുമ്പോൾ പ്രീ ഹീറ്റ് ചെയ്യൽ 150ലും ബേക്ക് ചെയ്യൽ 170ലുമാണ്. ഇനി ചൂട് നല്ല കൂടുതലാണെന്ന് തോന്നുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, 150ലേക്ക് ഒന്ന് മാറ്റി കൊടുക്കും. അപ്പോൾ ഇതാണ് ഓപ്ഷന്. ഇങ്ങനെയാണ് ബേക്ക് ചെയ്യുമ്പോൾ ട്രേ വെക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, നമ്മളിപ്പോൾ 2ാം മുറി വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ 40 മിനിറ്റ്സ് വെച്ചിട്ട് ഒരു 30 മിനിറ്റ്സ് ആവുമ്പോഴേക്ക് കേക്ക് ബേക്കായി എന്ന് വിചാരിക്കുക, ബാക്കിയുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മളിത് ബാക്കോട്ട് തിരിച്ചിട്ട് ഓഫ് ചെയ്യരുത്. നമ്മൾ ജസ്റ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക, ടൈം ഓട്ടോമാറ്റിക്കലി ഓഫ് ആയിക്കോട്ടെ. ഓക്കെ, ഇനി ഇതൊക്കെ നമുക്ക് ഷെൽഫിലേക്ക് മാറ്റാം. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ പെട്ടെന്ന് എളുപ്പത്തിൽ സാധിക്കും. മറ്റേത് ഓരോ പാത്രങ്ങൾ ഓരോ ഭാഗത്താവുമ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ തന്നെ മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം നമുക്ക് ഒന്നിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. എൻ്റെ ബാക്കിയുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കാണണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതിനു മുമ്പ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതിൻ്റെ കൂടെ തന്നെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കാണാം, അതുകൂടെ ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും.